ദില്ലിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ ഇപ്പോൾ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ അവിടെ പ്രതിഷേധിക്കുകയാണ്. സിബിയുടെ സംഭവ സ്ഥലത്ത് സിബി, എന്താണ് അവിടുത്തെ സാഹചര്യം? കഴിഞ്ഞ ദിവസത്തിന് സമാനമായൊരു സ്ഥിതിയാണോ അവിടെയുള്ളത്? കീർത്തി, അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് പിന്നാലെ ഉണ്ടായ ഈ ഒരു വലിയ പ്രതിഷേധം AAP അവസാനിപ്പിച്ചിട്ടില്ല. ഇന്നലെ മാത്രമല്ല, ഇന്നും ഇപ്പോൾ ഈ പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ ITOയിലെ തിരുവോരങ്ങളിലായിരുന്നു പ്രതിഷേധമെങ്കിൽ ഇന്നിപ്പോൾ ദില്ലിയിലെ ITOയ്ക്ക് സമീപമുള്ള ഷഹീദി പാർക്കിലാണ് പ്രതിഷേധം. ഷഹീദി പാർക്കിൽ പ്രതിഷേധിക്കാൻ വേണ്ടി ഇത്തരത്തിൽ അനുമതി നൽകിയിട്ടുണ്ട്. അതേ തുടർന്ന് ഷഹീദി പാർക്കിലേക്ക് ഇത്തരത്തിൽ പാർട്ടി പ്രവർത്തകരും നേതാക്കന്മാരെല്ലാം തന്നെയും എത്തിക്കൊണ്ട് ഇവിടെ വലിയ രീതിയിൽ പ്രതിഷേധം തീർത്തിരിക്കുകയാണ്. പ്രധാനമായും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മന്നായിക്കും ഇവിടെ സംസാരിക്കാൻ വേണ്ടി എത്തുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ. അതുമാത്രമല്ല, പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയിലെ നേതാക്കന്മാരും ഈ ഒരു ഷഹീദി പാർക്കിലെ പ്രതിഷേധത്തിൽ പങ്കെടുക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭഗത് സിംഗിനെയും രാജഗുരുവിനെയും സുഖദേവിനെല്ലാം തന്നെയും തൂക്കിലേറ്റി അല്ലെങ്കിൽ അവരുടെ രക്തസാക്ഷി ദിനം കൂടിയാണെന്ന്. അതുകൊണ്ട് തന്നെ ഈ ഭഗത് സിംഗിൻ്റെയും രാജഗുരുവിൻ്റെയും സുഖദേവിൻ്റെ എല്ലാം തന്നെയും പ്രതിഭകളുള്ള അവരുടെ ഓർമ്മകൾ നിലനിൽക്കുന്ന ഈ പ്രതിഷേധവുമായി ഇത്തരത്തിൽ പ്രതിഷേധവുമായി ഇവർ എത്തിയതും. എന്തായാലും ഇവിടെ ഇത്തരത്തിൽ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കുമെന്ന് AAP മന്ത്രിയും നേതാവുമായ ഗോപാൽ റായ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇനിയിപ്പോൾ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചുകൊണ്ട് നാളെ പ്രതിഷേധിക്കും. മറ്റന്നാൾ 25-ാം തീയതി ഇവിടെ ഹോളിയാണ്. പക്ഷേ ഹോളി ആഘോഷമൊന്നും തന്നെയും ഉണ്ടാകില്ലെന്നും ഹോളി ആഘോഷങ്ങൾ ബഹിഷ്കരിക്കുകയാണെന്നും ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്ന് ഹോളി ആഘോഷങ്ങളെല്ലാം തന്നെയും ബഹിഷ്കരിക്കും, അല്ലെങ്കിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ AAP അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 26-ാം തീയതി തിങ്കളാഴ്ച നരേന്ദ്രമോദിയുടെ വസതിയിലേക്ക് വലിയ മാർച്ച് നടത്തുമെന്നും അത് ദേശീയ ഒരു പ്രൊട്ടസ്റ്റായി മാറുമെന്നും ഒരു നാഷണൽ പ്രൊട്ടസ്റ്റായി മാറുമെന്നും ഇപ്പോൾ ഇത്തരത്തിൽ AAP നേതാക്കൾ അറിയിച്ചിരിക്കുന്നു. അങ്ങനെ വലിയ പ്രതിഷേധമാണ് ഈ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനും ED കസ്റ്റഡിക്ക് പിന്നാലെ ആം ആദ്മി പാർട്ടി നടത്തുന്നത്. ഇപ്പോഴും ആ പ്രതിഷേധത്തിന് യാതൊരു അയവും വരുന്നില്ല. ഓരോ ദിവസവും പ്രവർത്തകർ കൂടിക്കൂടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇന്നിപ്പോൾ ഷഹീദി പാർക്കിനുള്ളിലായിരിക്കും പ്രതിഷേധം. അതുകൊണ്ട് മറ്റ് പോലീസ് നടപടികൾ ഉണ്ടാകില്ല. കാരണം പോലീസിന്റെ കൃത്യമായ അനുമതിയോട് കൂടിയാണ് ഈ ഷഹീദി പാർക്കിനുള്ളിൽ പ്രവർത്തകർ എത്തി പ്രതിഷേധിക്കുന്നത്. ഇങ്ങോട്ടേക്ക് കൂടുതൽ പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിഷേധം ഈ ഉച്ചവരെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും. മന്ത്രിമാരായ അതിഷിയും ഗോപാൽ റായും സൗരഭ് ഭരദ്വാജ് അടക്കമുള്ള മന്ത്രിമാരെല്ലാം നിലയും പങ്കെടുക്കും. AAP നേതാക്കൾ പങ്കെടുക്കും. അതുകൂടാതെ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ പങ്കെടുക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ ആരൊക്കെന്ന കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് കൃത്യമായി വിവരം നൽകുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഇന്ത്യ സഖ്യ നേതാക്കളും ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാകുമെന്ന് AAP നേതാവായ ഗോപാൽ റായ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. എന്തായാലും ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം ഇപ്പോഴും അവസാനിക്കുന്നില്ല. ഇപ്പോൾ തുടർച്ചയായ 2-ാം ദിവസത്തിലും ഈ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ് കീർത്തി. സിബി, അല്പസമയം മുൻപാണ് ആം ആദ്മി പാർട്ടി നേതാക്കൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഇടിക്കെതിരെ രൂക്ഷ വിമർശനമൊക്കെ ആയിരുന്നു അവർ ഉന്നയിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധത്തിലാണ് മന്ത്രി അതിഷിയെ പോലീസ് വലിച്ചിഴച്ചു കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തൊരു സ്ഥിതിയൊക്കെ ഉണ്ടായത്. ഇന്നിപ്പോൾ സിബി നിൽക്കുന്നിടത്തൊരു സ്ഥിതി ശാന്തമാണ്, സമാധാനപരമായ ഒരു പ്രതിഷേധമാണ് അവിടെ നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇനി കുറച്ച് കഴിയുമ്പോൾ സ്ഥിതി വഷളാവാനൊക്കെയുള്ളൊരു സാഹചര്യമുണ്ടോ? പോലീസ് സുരക്ഷയൊക്കെ അവിടെ എത്രത്തോളമാണ്? ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം ഇന്നലെയും സമാധാനപരമായിരുന്നു. പക്ഷേ പോലീസ് അതിനെ അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോഴാണ് അതൊരു സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങിയത്. ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിക്കുമ്പോൾ ഈ പ്രവർത്തകരെല്ലാം നിലയും വലിച്ച് ഇഴച്ച് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. മാത്രമല്ല, സ്ത്രീകളടക്കം റോഡിലൂടെ വലിച്ചിഴിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അതാണ് നേരിയ സംഘർഷത്തിലേക്ക് മാറിയത്. പക്ഷേ ഇന്നെന്തായാലും വളരെ സമാധാനപരമായി ഈ ഒരു ഷഹീദി പാർക്കിനുള്ളിൽ അവർ പ്രതിഷേധിക്കുകയാണ്. ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് തന്നെയാണ് ഇവർ ആവർത്തിക്കുന്നതും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ ദില്ലിയിലെ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ആ ഒരു വലിയ പ്രതിഷേധമാണ് ഇന്നിപ്പോൾ 2-ാം ദിവസവും ഉണ്ടാകുന്നത്. വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധം ശക്തമാക്കുമെന്ന് ഇവർ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ നമുക്കറിയാം, ഇന്നലെ ദില്ലിയിലെ റോസമിന് കോടതിയിൽ അരവിന്ദ് കെജ്രിവാളിനെ ഹാജരാക്കുകയും പിന്നീട് വളരെ ഗുരുതരമായ ചില ആരോപണങ്ങളാണ് ED ഇത്തരത്തിൽ
അരവിന്ദ് കെജ്രിവാളിനെതിരെ നടത്തിയത്. ഒരു അതിനുശേഷം 6 ദിവസത്തെ കസ്റ്റഡിയാണ് ഇപ്പോൾ വിട്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ED കസ്റ്റഡിയിൽ ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. അതേസമയം തന്നെയാണ് രാഷ്ട്രീയപരമായ ഒരു വലിയ പ്രതിഷേധം തീർത്തുകൊണ്ട് ആം ആദ്മി പാർട്ടി ദില്ലിയിലാകമാനം ഇപ്പോൾ പ്രതിഷേധം തീർത്തിരിക്കുന്നത്. ഇന്നിപ്പോൾ 26-ാം തീയതി തിങ്കളാഴ്ച നരേന്ദ്രമോദിയുടെ വസതിയിലേക്കും വലിയ റാലി നടത്തുമെന്ന് ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അത് ഒരു വലിയ സംഘർഷാവസ്ഥയ്ക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം നരേന്ദ്രമോദിയുടെ വസതിയിലേക്ക് പ്രതിഷേധം നടത്തുമ്പോൾ സ്വാഭാവികമായും അത് പോലീസ് തടയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി മോദിയുടെ വസതിയിലേക്ക് ഇത്തരത്തിൽ വലിയ പ്രതിഷേധവുമായി എത്തിയ പോലീസ് ശരി, സിബിയാണ് വിവരങ്ങൾ നൽകിയത്.